ആദാബ്. നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നിട്ടുള്ള വർക്ക്ഷീറ്റാണ് ഈ കാണുന്നത്. വർക്ക്ഷീറ്റിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ് നസം സെ, ഈ പദ്യത്തിൽ നിന്ന് പസന്ദീദ, ഇഷ്ടമുള്ള, കോയി, ഏതെങ്കിലും, ഏക്ക് ഷേർ, ഒരു ഷേർ. ഒരു ഷേർ എന്ന് പറഞ്ഞാൽ 2 വരിയാണ്. 2 വരിക്കാണ് ഷേർ എന്ന് പറഞ്ഞത്. ഏതെങ്കിലും 2 വരി ചുൻ ലീജിയെ, നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ പദ്യത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട 2 വരി തിരഞ്ഞെടുക്കുക. ഓർ കൂടാതെ ഉസ്ക മത്ലബ്, അതിൻ്റെ ആശയം, അപ്പനെ അൽഫാസ്മേ ലിഖിയെ, നിങ്ങളുടെ വാക്കുകൾ, അതിൻ്റെ ആശയം നിങ്ങളുടെ ഒരു ഭാഷയിൽ, നിങ്ങളുടെ വാക്കുകളിൽ എഴുതുക. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം അത് നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഏതെങ്കിലും 2 വരി എടുക്കുക. എന്നിട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നേരെ അതിൻ്റെ ആശയം എഴുതരുത്. അതിന് മുമ്പ് ആദ്യം നമ്മളൊരു മുഖവുര കൊടുക്കണം. മുഖവുര കൊടുത്തതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഈ കാണുന്നത്. ഷേർ, ഈ ഷേർ, ഈ വരികൾ ദുനിയാക്കെ രഖ്വാലെ, ദുനിയാക്കെ രഖ്വാലെ എന്നുള്ള ദുനിയാക്കെ രഖ്വാലെ നാമി നസം സേ, ആ പദ്യത്തിൽ നിന്ന് ലിയാ ഗയാ ഹേ. അപ്പോൾ ഇത് ഏത് പദ്യത്തിൽ നിന്ന് എടുത്തത് എന്നുള്ളത് ആദ്യം അവിടെ കാണിക്കണം. എന്നിട്ട് പറയണം ഇസ് നസമ്മേ, ഈ പദ്യത്തിൽ, അല്ലെങ്കിൽ ഷായർ കഹ്തേ ഹൈ, കവി പറയുന്നു, അല്ലെങ്കിൽ ഇസ് നസമ്മേ ഷായർ കഹ്തേ ഹൈ, കവി പറയുന്നു, അല്ലെങ്കിൽ ഷായർ ബയാൻ കർത്തേ ഹൈ, കവി വിശദീകരിക്കുന്നു. എന്തെന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് ആശയം ഇങ്ങനെ എഴുതുക. എന്നിട്ട് അവസാനം അൽ ഗർസ്, അൽ ഗർസ് ആണ് ചുരുക്കത്തിൽ, ഇൻ ഷോർട്ട് എന്ന് പറയില്ല നമ്മൾ, ചുരുക്കത്തിൽ ഷായർ, കവി, ഷേർ, ഈ വരികൾ ബഹുത്ത് ദിൽകഷ് അന്ദാസ് മേ ഹമാരെ സാമനെ ബയാൻ കിയാ ഹെ. ചുരുക്കത്തിൽ കവി ഈ ഈരടികളെ, ഈ വരികളെ വളരെ മനോഹരിതമാക്കിയിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. ആദ്യം ഇത് ഏത് പദ്യത്തിൽ നിന്നാണ് എടുത്തത് എന്ന് പറയാം, പിന്നെ പദ്യത്തിൽ എന്താ അടങ്ങിയത് പറയാം, എന്നിട്ട് കവി ഈ വരികൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ, ഹമാരെ സാമനെ, നമ്മുടെ മുമ്പിൽ ബയാൻ കിയാ ഹേ, അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. അതോടുകൂടെ കഴിഞ്ഞു. അതാണ് ചെയ്യാനുള്ള പ്രവർത്തനം. ഉദാഹരണം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ആ പെട്ടിക്കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മസാൽ, ഉദാഹരണം. അപ്പോൾ ഇതിൽ ഈ 2 വരികൾ എടുത്തിട്ടാണ് ഇവിടെ ഉദാഹരണം കൊടുത്ത്. ഇതാ പദ്യത്തിലുള്ള വരികളാണ്. മാം കി മുഹബ്ബത്ത് ബാബ് കസായ, മേംനെ തേരെ ഖറം സേ പായ. മാം കി മുഹബ്ബത്ത്, മാം എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മ, ഉമ്മയുടെ സ്നേഹം, ബാബ് കസായ, ഉപ്പയുടെ തണൽ, മേംനെ ഞാൻ, തേരെ ഖറം സേ പായ. അപ്പോൾ ഇതെല്ലാം നിൻ്റെ കൃപ കൊണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് എനിക്ക് നൽകിയതാണ് എന്നാണ് ഈ വരിയിൽ പറയുന്നത്. അത് പദ്യത്തിൽ അങ്ങനെ വളരെ ഷോർട്ടാക്കിയിട്ട് പറയുന്നു. ഇനി നമ്മളത് വിശദീകരിച്ച് എഴുതണം. അപ്പം മുകളിൽ പറഞ്ഞ പോലെ ഷേർ ദുനിയാക്കെ രഖ്വാലെ നാമി നസം സേ ലിയാ ഗയാ ഹേ. അപ്പോൾ ദുനിയാക്കെ രഖ്വാലെ എന്നുള്ള പദ്യത്തിൽ നിന്ന് എടുത്തതാണിത് എന്ന് ആദ്യം പറയാം. എന്നിട്ട് പറയാം ഏക്ക് ദ്വായ നസം ഹേ, ഇതൊരു പ്രാർത്ഥനാഗീതമാണ്, അല്ലെ, ഒരു പ്രയർ സോങ് ആണ് എന്ന് പറയാം. വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. പിന്നെ ഇസ് നസമ്മേ, ഈ പദ്യത്തിൽ ഷായർ, കവി, ഹുദാസേ, അള്ളാഹുവിനോട്, ദൈവത്തോട്, ബാത്തേം കർ രഹേ ഹേ, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വരിയെ പിന്നെ താഴെ കൊടുക്കുക ഇസ് ഷേർമേ, ഈ വരികളിൽ ഷായർ, കവി, കഹ്നാ ചാഹത്താ ഹേ, പറയാൻ ഉദ്ദേശിക്കുന്നു, ഖേ എന്തെന്നാൽ, ഹുദാ ദൈവമേ, മാം കി മുഹബ്ബത്ത്, ഉമ്മയുടെ സ്നേഹം, മുജെ തൂനെ ദിക്കായാ ഹേ, ഉമ്മയുടെ സ്നേഹം നീ എനിക്ക് വേണ്ടുവോളം കാണിച്ചു തന്നിട്ടുണ്ട്. ദിക്കായാ ഹേ എന്ന് പറഞ്ഞാൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇസി തറഹ്, ഇതുപോലെ, ബാബ് ക സായ, ഉപ്പയുടെ തണൽ, ഇസി തറഹ് ബാബ് ക സായ ഭി, ഉപ്പയുടെ തണലും കൂടി നീ കാണിച്ചു തന്നിട്ടുണ്ട്. ഭി എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ്. സായ ഭി എന്ന് പറഞ്ഞാൽ തണലും കൂടി. തേരെ മഹർബാനി സേ, നിൻ്റെ കൃപയാൽ, നിൻ്റെ ശ്രേഷ്ഠത കൊണ്ട്, മുജെ മിലാഹെ, ഇതെല്ലാം നിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് ദൈവമേ എനിക്ക് കിട്ടിയത്. ഓർ കൂടാതെ സീതാരിസ്താപ്പർ,
നേരായ വഴിക്ക് ചലാനെ കേലിയെ നടത്താൻ വേണ്ടി ബി ദുആ കർത്തേ ഹേ സീതാ റിസ്ത പർ ചലാനെ കേലിയെ ബി ദുആ കർത്തേ ഹേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു നേരായ വഴിയിൽ എന്നെ സഞ്ചരിപ്പിക്കാൻ വേണ്ടി. അൽ ഗർസ് ഉണ്ടോ, ലാസ്റ്റ് വരി പറയുന്ന അൽ ഗർസ് ചുരുക്കത്തിൽ ഷായർ ഷോർ കവി ഈ വരികളെ ബഹുത് ദിൽക്കഷ് അന്താസ് മേ മനോഹരമായിട്ട് അല്ലെ മനോഹരമായ ശൈലിയിൽ ഹമാരെ സാമനെ ബയാൻ കിയാ ഹേ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടെ അതാണ് മത്ലബ് എഴുതുക അല്ലെങ്കിൽ മഫ്ഹൂം എഴുതുക എന്നുള്ള പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ പദ്യത്തിൽ നിന്ന് വരാനുള്ള സാധ്യതകളാണത്. റൈമിംഗ് വേർഡ്സ് എഴുതാണ്ടാവും പദ്യത്തിൽ നിന്ന്, അതുപോലെ ആശയങ്ങൾ എഴുതാണ്ടാവും. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ ആ ലെവലിൽ നിന്നിട്ട് നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് എഴുതുക.